ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 13 കാത്തിരുന്ന പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ദിനം. ഈ വർഷത്തെ തിരുനാളിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ. സഭയുടെ അംഗീകാരം ലഭിച്ച് ആദ്യത്തെ പെരുന്നാളാണല്ലോ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ഈ വർഷത്തെ. ഞങ്ങളുടെ വീട്ടിൽ ആഘോഷിക്കുന്ന ഈ തിരുനാളിന് വേറൊരു ചരിത്രം കൂടിയുണ്ട്. 12 വർഷം മുമ്പ് ജീവിത പങ്കാളിക്ക് തൈറോയിഡിൽ ക്യാൻസർ വന്നിട്ട് അത് പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായൊരു ഇടപെടൽ നിമിത്തമാണ് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ RCCയിൽ നിന്ന് ഇപ്പോൾ ക്യാൻസറേ ഇല്ല എന്നുള്ള റിപ്പോർട്ട് വരുന്നത്. അതിനെ തുടർന്നാണ് മോണ്ടിക്കാരിയിൽ നിന്ന് ഈ രൂപം വീട്ടിലെത്തുന്നത്. മോണ്ടിക്കാരിയിൽ നിന്ന് ഈ രൂപം നമ്മുടെ വീട്ടിലെത്തുമ്പോൾ അതിന് ചില കണ്ടീഷനുകളുണ്ട്. എല്ലാ 13 പ്രാർത്ഥന വേണമെന്നും ജൂലൈ 13 തിരുനാളായി ആഘോഷിക്കണം എന്നും ഒക്കെയുള്ള വ്യവസ്ഥകളുണ്ട്. അതുപോലെ വീട്ടിൽ മദ്യം പാടില്ല എന്നും TV പാടില്ല എന്നൊക്കെയുള്ള കണ്ടീഷനുണ്ട്. പ്രിയ കൂട്ടുകാരെ, മാതാവിൻ്റെ തിരുനാൾ ദിവസം അപ്രതീക്ഷിതമായി വന്നതാണ് ഈ ഫാദർ. അട്ടപ്പാടിയിലാണ് ഫാദർ ശുശ്രൂഷ ചെയ്യുന്നത്. അട്ടപ്പാടിയിലെ ഒരു ഇടവക, അട്ടപ്പാടിയിൽ നിന്നും കുറച്ചും പോകണം, അവിടെയാണ് ഫാദർ വർക്ക് ചെയ്യുന്നത് ഇടവക വികാരിയായിട്ട്. ഈ വർഷത്തെ തിരുനാളിന് പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം മരിയ ഭക്തർ വന്നിരുന്നു. കാരണം ഈ തിരുനാൾ ദിവസം ഈശോ ഒരു ക്രമീകരണം കൂടെ നടത്തി. സെബർട്ടൈൻ പ്രിവിലേജിന് എല്ലാവരെയും ഒരുക്കുവാൻ ഒരു കത്തോലിക്ക വൈദികനിൽ നിന്നും ഉത്തരീയ സഖ്യത്തിൽ ചേർക്കപ്പെടുവാനും വൈദികനിൽ നിന്ന് ഉത്തരീയം സ്വീകരിക്കാനും ഉള്ള ഒരു സൗകര്യം ഈ ദിവസം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെയും വലിയ കരുണ നിമിത്തം അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടായിരിക്കും മരിയ ഭക്തരൊക്കെ ഓടിക്കൂടി വന്നിരുന്നു. അവരെല്ലാവരും ഈ ഉത്തരീയ സഖ്യത്തിൽ പങ്കുചേരാനാണ് വന്നത്, ഒപ്പം മാതാവിൻ്റെ തിരുനാൾ ആഘോഷത്തിന്. അങ്ങനെ വന്നവർക്കൊക്കെ ഉത്തരീയം കിട്ടിയാൽ മരിച്ചു ചെല്ലുമ്പോൾ അടുത്ത ശനിയാഴ്ച സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമല്ലോ എന്നൊരു ഒരു സന്തോഷം അത് പ്രാപിക്കാനും കൂടിയാണ് ധാരാളം ആളുകൾ വന്നിരുന്നു. സന്തോഷം തരുന്നൊരു തിരുനാളായിരുന്നു ഈ വർഷത്തെ തിരുനാൾ. മാത്രമല്ല, രണ്ടാമതും ജീവൻ കിട്ടിയെന്ന് പറയാം. എൻ്റെ കാര്യം ഞാൻ ഓർത്തിട്ടില്ലല്ലോ ഇവിടെ ഈ ലോകത്ത് ഇങ്ങനെ ഞാൻ ഉണ്ടാകുമെന്ന്. ഞാൻ ഒത്തിരിയങ്ങളൊക്കെ എടുത്ത് വെഞ്ചരിക്കാൻ വെച്ചിരിക്കുക. പ്രിയ കൂട്ടുകാരെ, നമുക്ക് പരിശുദ്ധ അമ്മ വിശുദ്ധ സൈമൺ സ്റ്റോക്കിലൂടെ തന്ന ഒരു വലിയ വാഗ്ദാനമാണ് കർമ്മലോത്തരീയം ധരിക്കുക, അത് മാതാവിൻ്റെ വസ്ത്രത്തിന് തുല്യമാണ് എന്ന്. ഇന്ന് റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമർപ്പിത മക്കളെ നമ്മൾ മറക്കരുത് എന്നാണ്. സമർപ്പിത മക്കൾക്ക് ധാരാളം നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ അമ്മ സഭയുടെ മാതാവായിട്ടാണ് അവിടെ വന്നത്. സഭയെ കാത്തു പരിപാലിക്കാൻ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. ഇന്ന് തിരുനാൾ ദിനത്തിൽ സിംസൺ വന്നിരുന്നു. കണ്ണ് കാണാത്ത സിംസൺ, ജപമാല കെട്ടിയുണ്ടാക്കുന്ന സിംസൺ, അതുപോലെ തളർന്നു കിടക്കുന്ന ബിൽസിനും വന്നിരുന്നു. എല്ലാവരും ഈ ഒരു പ്രിവിലേജ് ലഭ്യമാക്കാനാണ് ഓടിക്കൂടി വന്നത്. ഞങ്ങളുടെ വികാരിയച്ഛനാണ് പെരുന്നാളിൻ്റെ കേക്ക് മുറിക്കാനായിട്ട് വന്നത്. പരിശുദ്ധ അമ്മയുടെ ഓരോ പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോഴും വളരെ സന്തോഷമാണ്.
പറഞ്ഞാലും എത്ര പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ ചിന്തിക്കരുതേ നീയൊരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ ചിന്തിച്ചിടല്ലേ. സാധനാം ദൈവത്തിൻ പുത്രിയാണമ്മ, പുത്രനാം ദൈവത്തിൻ മാതാവാണമ്മ. സാധനാം ദൈവത്തിൻ പുത്രിയാണമ്മ, പുത്രനാം ദൈവത്തിൻ മാതാവാണമ്മ. എന്തു പറഞ്ഞാലും എത്ര നിന്ദിച്ചാലും പ്രാർത്ഥിപ്പാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. എന്തു പറഞ്ഞാലും എത്ര നിന്ദിച്ചാലും പ്രാർത്ഥിപ്പാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ ചിന്തിച്ചിടലേ. മരിയ ആവേ മരിയ, 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 ആവേ മരിയ. കർമ്മല മാതാവിൻ്റെ സംരക്ഷണ വലയമായിട്ട് നമുക്ക് തരാൻ പോകുന്ന ഈ ഉത്തരീയം, അത് പരിശുദ്ധ അമ്മയുടെ മേലങ്കിയാണ്, തിരുവസ്ത്രമാണ്. അത് ഭക്തിയോടുകൂടി സ്വീകരിക്കുക. മരണം വരെ സംരക്ഷണ വലയമായി നമ്മുടെ ശരീരത്തിലുണ്ടാകട്ടെ. ഏത് അപകട സാധ്യതകളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനായിട്ട് ഉത്തരീയത്തിന് സാധിക്കും എന്ന് പല അനുഭവങ്ങൾ പലരുടെയും ഉണ്ട്. അതുകൊണ്ട് വളരെ വിശ്വാസത്തോടുകൂടെ ഭക്തിയോടുകൂടെ നമുക്ക് ഉത്തരീയം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ അമ്മയായ പരിശുദ്ധ മറിയത്തോടുള്ള നിന്റെ പ്രത്യേക ബന്ധത്തിന് അടയാളമായി ഈ ബന്ധികം സ്വീകരിക്കുക. ഒരു ക്രിസ്ത്യാനിയുടെ മഹത്വത്തോടെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാനും മാതാവിനെ നിന്റെ ജീവിതത്തിൽ അനുകരിക്കുവാനും ഇത് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. കർമ്മല കുടുംബത്തിലെ ഒരംഗമെന്ന നിലയിലും കർമ്മല മാതാവിന്റെ സംരക്ഷണത്തിന് ഒരടയാളമായും ഈ തിരുവസ്ത്രം നീ ധരിക്കുക. സ്വമനസാലെ ദൈവഹിതത്തിലേക്ക് വഴങ്ങി ജീവിക്കുവാനും ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് മതസൗഹാർദ്ദത്തിലും നീതിയിലും സമാധാനത്തിൽ അധിഷ്ഠിതമായൊരു നവലോകം കെട്ടിപ്പടുക്കുവാൻ നീ ശ്രമിക്കുക. കർത്താവായ ദൈവമേ, ഇവൻ നിങ്ങളുടെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ, ഉപയോഗപ്പെടുത്തി അനുഗ്രഹിക്കണമേ, എല്ലാവരും കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ബന്ധിങ്ങ വെഞ്ചരിച്ച് നൽകിയത് ഫാദർ ഫ്രാൻസിസ് തലക്കോട്ടൂരാണ്. എൻ്റെ രോഗാവസ്ഥയിൽ പല പ്രാവശ്യം എന്നെ വന്ന് സന്ദർശിക്കുകയും എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഫാദറാണ്. അതുപോലെ തന്നെ കുറേ പുരോഹിതർ എനിക്ക് ശക്തി പകരാൻ, അവർ കാസ ഉയർത്തുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ അവരെയെല്ലാം ഏറെ നന്ദിയോടെ ഓർക്കാറുണ്ട് എന്നും. പരിശുദ്ധ അമ്മ പ്രത്യേകിച്ചും പുരോഹിതർക്കും സന്യാസിനികൾക്കും വേണ്ടിയാണല്ലോ മോണ്ടിക്കാരിയിൽ സന്ദേശം നൽകിയിട്ടുള്ളത്. നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സഭയിലെ സകല സമർപ്പിത മക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ബന്ധിങ്ങ നൽകുകയാണ്. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾക്കിനി സ്വർഗം ഉറപ്പാണെന്നാണ്. പക്ഷേ ഒരു വലിയ കണ്ടീഷനുണ്ട്. ദൈവഹിതത്തിന് കീഴ്പ്പെട്ടുള്ള ജീവിതം നയിക്കണം എന്നുള്ളത് ആ കണ്ടീഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ കണ്ടീഷൻ പൂർത്തീകരിച്ചാലേ മാതാവ് വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയുള്ളൂ. എങ്കിലും ഈ ഒരു വിശ്വാസത്തിൽ നമ്മൾ വെന്തിങ്ങ ധരിക്കുമ്പോൾ
ദൈവഹിതത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ജീവിതം നയിക്കാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ നൽകും. ഒരു സമർപ്പിതൻ്റെ കൈവെപ്പിന് വലിയ അത്ഭുതത്തിൻ്റെ ശക്തിയുണ്ട്, വലിയ വിടുതലിൻ്റെ അനുഭവമുണ്ട്. കാരണം അത് ഈശോ തന്നെയാണല്ലോ. അപ്പസ്തോലിക വരം ലഭിച്ചിട്ടുള്ള ഈശോയുടെ പുരോഹിതർ ഈശോയുടെ നാമത്തിൽ തലയിൽ കൈവയ്ക്കുമ്പോൾ പല ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതല്ല കാര്യം, എല്ലാം സഹിക്കാനുള്ള ശക്തി ഈ കൈവയ്പിലൂടെ നമുക്ക് ലഭിക്കും. മോണ്ടിക്കാരിയിൽ അമ്മ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ചിലതാണ്. ഈ ഭക്തി പ്രചരിപ്പിക്കുമ്പോൾ, മാതാവ് കൊടുത്ത സന്ദേശമനുസരിച്ച് ജീവിക്കുമ്പോൾ കൂടുതൽ യുവജനങ്ങൾ വിശുദ്ധമായ ജീവിതചര്യകളിലേക്ക് ആകർഷിക്കപ്പെടും. വൈദികരും സന്യാസിനികളും വിശുദ്ധിയുടെ പാതയിൽ കൂടുതൽ പുരോഗമിക്കും. ദൈവവിളി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറയും. സന്യാസ സഭകൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ദൈവവിളികൾ ലഭിക്കും. സഭകളുടെ സ്ഥാപക പിതാക്കന്മാരുടെ അരൂപിയിലേക്ക് അവർ മടങ്ങും. അസംഖ്യം കഠിനപാപികൾ മാനസാന്തരപ്പെടും. ദൈവവിളി ഉപേക്ഷിച്ച വൈദികരും സന്യാസികളും തിരിച്ചുവരും. മാതാവ് സ്വർഗത്തിലേക്ക് നമുക്ക് വഴികാട്ടും. മാതൃസഹജമായ സംരക്ഷണവും ധാരാളം അതിസ്വാഭാവിക ദാനങ്ങളും അനുഗ്രഹങ്ങളും നൽകപ്പെടും. ഫൊണ്ടനെല്ലിയിലെ കുളത്തിലെ വെള്ളത്തിന് അത്ഭുതകരമായ രോഗശാന്തി നൽകുവാനുള്ള ശക്തി ഉണ്ടായിരിക്കും. വിശ്വസിക്കുകയും പാപത്തെപ്പറ്റി ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ എത്തുന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം, എൻ്റെ മക്കൾ യഥാർത്ഥ വിശ്വാസത്തിലേക്കും കർത്താവിൻ്റെ യഥാർത്ഥ സ്നേഹത്തിലേക്കും തിരിച്ചു വരും എന്നുള്ളതായിരിക്കും. ഇതിനെ തുടർന്ന് പുനരൈക്യവും ലോകം മുഴുവൻ സമാധാനവും കൈവരും. ഈ വാഗ്ദാനങ്ങൾ എത്ര സന്തോഷകരമാണ്! അവ എത്ര വലിയ പ്രത്യാശയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്! മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. എൻ്റെ സ്നേഹം ലോകത്തെ മുഴുവൻ കരവലയത്തിൽ ഒതുക്കുന്നു എന്നാണ് പറയുക പരിശുദ്ധ അമ്മ. പ്രിയ സഹോദരങ്ങളെ, അമ്മ പറഞ്ഞ ഈ കണ്ടീഷൻസ് എല്ലാം പൂർത്തിയാക്കുക എന്ന് വെച്ചാൽ ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നാണ് അതിൻ്റെ ചുരുക്കം. നമുക്ക് അതുപോലെ ജീവിക്കാൻ ശ്രമിക്കാം. അതിന് നമ്മെ സഹായിക്കുന്നതാണ് ഈ തിരുനാൾ ആഘോഷങ്ങളും വെന്തിങ്ങ ധരിക്കലുമെല്ലാം. ഞങ്ങൾ വികാരിയച്ഛനെ കാത്തിരിക്കുകയാണ് കേക്ക് മുറിക്കാൻ. അച്ഛൻ പരിശുദ്ധ കുർബാനയിൽ ഡോക്ടറേറ്റ് എടുത്ത അച്ഛനാണ്. അച്ഛൻ്റെ കീഴിലാണ് ഞാൻ 7 വർഷം പരിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ പഠനം ചെയ്തത്. എൻ്റെ രോഗാവസ്ഥയിൽ എന്നെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞങ്ങളെ ശക്തിപ്പെടുത്താൻ ഈശോയോട് മാധ്യസ്ഥം വഹിച്ച അച്ഛന്മാരിൽ ഒരാളാണ് ഞങ്ങളുടെ വികാരി അച്ഛൻ. തിരുനാൾ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് ആലീസ് പെങ്ങള്. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹാശംസകളൊക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ. നോക്കി, നമ്മളെ എപ്പോഴും പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയിലേക്കാണ് നയിക്കുക. ആ ഒരു വലിയ മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നമ്മൾ ഈശോയുടേതാകണം. നാളത്തെ വിശുദ്ധ കുർബാനയുടെ വചനം മുഴുവൻ അതാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന്, പ്രഭാഷയുടെ പുസ്തകത്തിൽ നിന്ന്, റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം, എല്ലാം തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുക. മുന്തിരിച്ചെടിയോട് ശരിക്കുള്ള തായ്തണ്ടിനോട് ചേർന്ന് നിന്ന് നമ്മൾ ഫലം പുറപ്പെടുവിക്കും. നമുക്ക് ആ വിധത്തിൽ കൈത്താക്കാലത്ത് ഈശോയുടെ ഒരു സുഹൃതം നമ്മളെല്ലാവരും സ്വന്തമാക്കണം. ഫലാഗമകാലം അതാണ് നമ്മൾ പറയുന്നത്. സുവിശേഷ സുഹൃതങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയെ പ്രീതിപ്പെടുത്തുന്ന നല്ല മക്കളായി തീരാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാം. ഫ്രാൻസ് അച്ഛൻ്റെ പേരിലും
ഇവിടെ കുളിക്കുന്ന എല്ലാവരുടെ പേരിൽ ഈ കുടുംബാംഗങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടെ കേക്ക് മുറിക്കുകയാണ്. Rosa Mystica Madave Rosa പൂക്കളുമായി അണയാം ഞാൻ ചുവന്ന പൂവായി എൻ ഹൃദയം നിനക്കു നൽകാം മാതാവേ മഞ്ഞപ്പൂവായി മാനസവും കാഴ്ചവെക്കാം മാതാവേ വെള്ളപ്പൂവായി എന്നെ മാറ്റണമേ ശ്രീവായാലെ മന്ത്രിതയാക്കണമേ അങ്ങയുടെ പാടുപീഠകളും കുരിശിലെ മരണവും കണ്ട് ഹൃദയം നുറുങ്ങി വിലപിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കണ്ണീർ കണങ്ങളെ കുറിച്ച് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ക്രിസ്തുവിന്റെ മൗലിക ശരീരമായ സഭയുടെ അമ്മേ, പലവിധ കലഹങ്ങളാൽ ഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യവംശത്തിന് മുഴുവൻ ഐക്യവും സമാധാനവും നൽകണമേ. അങ്ങേ മക്കളെല്ലാവരെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയും മാനസാന്തര വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കണമേ. വൈദിക ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കുമുള്ള ദൈവവിളികൾ വർദ്ധിപ്പിക്കണമേ. ദൈവവിളി ലഭിച്ചവർ അതിനനുസൃതമായി ജീവിക്കുവാനും അതുവഴി തിരുസുദ്ധന്റെ രാജ്യം വിസ്തൃതമാക്കി തീർക്കുവാനും ഇടയാകട്ടെ. അങ്ങയുടെ കൂടെ ശ്രേണിയിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ തന്നായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങളുടെ
കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തകടനീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ലവനായ കർത്താവേ, പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങേ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അവളോട് തുല്യമായി നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാക്കുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഒന്നാം വ്യാകുലം ഞങ്ങളുടെ പരിശുദ്ധ അമ്മച്ചിന്റെ രക്തക്കണ്ണുനീരിനെ കുറിച്ച് രണ്ടാം വ്യാകുലം ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഈജിപ്തിലേക്കുള്ള പലായനത്തിൽ പരിശുദ്ധ അമ്മച്ചിന്റെ കണ്ണുനീരിന്റെ യോഗ്യതയാൽ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷത്തിന് ഈ വർഷം തളർന്ന് കിടക്കുന്ന വിൽസൺ വന്നിട്ടുണ്ടായിരുന്നു. ജപമാല ഉണ്ടാക്കും. പാടത്ത് ശേഖരിക്കുന്ന മുത്തുകളൊക്കെ ചെടിയിൽ നിന്ന് കിട്ടുന്ന ആ മണികൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറക്കിയെടുത്ത് അത് കണ്ണിന് കാഴ്ചശക്തിയില്ലാത്ത നമ്മുടെ സിംസൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് സിംസണും അമ്മയും കൂടി ജപമാല കെട്ടും. ഈ പെൺകുട്ടിക്കും സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ ശക്തിയില്ലാത്ത മകളാണ്. ഇത് സിംസണാണ്. സിംസൻ്റെ പിന്നിലിരിക്കുന്നത് മാതാവിൻ്റെ വലിയ ഭക്തരായ 2 സഹോദരങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ ഭക്തരാണല്ലോ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വരിക. സന്തോഷമായിരുന്നു അമ്മയെ കണ്ട്, അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളൊക്കെ ഓർത്ത് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് രക്തക്കണ്ണുനീർ ജപമാല ചൊല്ലി പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ നൊവേന ചൊല്ലി അമ്മയെ സന്തോഷിപ്പിക്കുക. അതോടൊപ്പം തന്നെ അമ്മയോട് ചെയ്യുന്നൊരു വാഗ്ദാനം കൂടിയാണ് ഈ തിരുനാൾ. ഞങ്ങൾ അമ്മ പറഞ്ഞതുപോലെ ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാമെന്നും അതുപോലെ സമർപ്പിത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന, പരിഹാരം, അനുതാപം ഇതെല്ലാം കാഴ്ചവെക്കാമെന്നും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും ഒക്കെ നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനം കൂടിയാണ് ഈ തിരുനാൾ ആഘോഷത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് അമ്മ പറഞ്ഞതുപോലെ പരിഹാരം ചെയ്യാം, മറ്റുള്ളവരുടെയും നമ്മുടെയും മാനസാന്തരത്തിന് പ്രാർത്ഥിക്കാം. ചെയ്തു പോയത് പാപമാണെന്നുള്ള യഥാർത്ഥ അനുതാപത്തിലേക്ക് നാം എല്ലാവരും കടന്നു വരാൻ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദിവ്യരക്ഷകൻ ഇപ്രകാരം പറയുന്നു: എൻ്റെ അമ്മയുടെ തിരുസ്വരൂപം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വൈദികൻ ഇപ്രകാരം പ്രാർത്ഥിച്ച് ആശീർവദിച്ചുകൊണ്ട് വേണം അത് ചെയ്യുവാനെന്ന്. അതായത് പരിശുദ്ധ അമ്മയുടെ ഈ തിരുസ്വരൂപം സന്തോഷത്തോടെ സ്വീകരിക്കണം, പ്രാർത്ഥനയോടെ സ്വീകരിക്കണം, പരിഹാര പ്രവൃത്തികൾ ചെയ്യാനുള്ള മനസ്സുണ്ടാകണം, ത്യാഗം അനുഷ്ഠിക്കണം. പ്രത്യേകിച്ച് ഈശോ പറയുന്നു, എൻ്റെ വൈദികർക്കും സമർപ്പിത ജീവിതക്കാർക്കും വേണ്ടി. അതാണ് പരിശുദ്ധ അമ്മയുടെ ഉദ്ദേശവും. തീർത്ഥാടക സ്വരൂപം നിശ്ചിത സ്ഥലത്ത് സ്ഥാപിച്ചാലുടൻ കർത്താവിൻ്റെ മാലാഖ ചൊല്ലണം. അതിനുശേഷം 7 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും 7 തൃത്വസ്തുതിയും സഭയുടെ അമ്മയായ മാതാവിൻ്റെ 7 വ്യാകുലതകളെക്കുറിച്ച് ചൊല്ലണം. അവിടെ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് 7 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ചൊല്ലണം എന്നാണ് ഈ രൂപം കൊണ്ടുവയ്ക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ രൂപത്തിൻ്റെ അടുത്ത് നമ്മൾ എപ്പോഴെല്ലാം വരുന്നുവോ 7 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം അമ്മയുടെ 7 വ്യാകുലങ്ങളെ ഓർത്ത് ചൊല്ലണമെന്നാണ് അവിടെ നിന്നും ഈ രൂപം തരുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ നമുക്ക് ഓർക്കാം. ഈ വ്യാകുലങ്ങളിൽ ഈശോയെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. ഈശോയുടെ പാടുപീടുകളാണല്ലോ അമ്മയുടെ വ്യാകുലങ്ങൾ. പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അട്ടപ്പാടിക്ക് അപ്പുറത്തുള്ള ഒരു ഇടവകയിലെ പുരോഹിതനാണിത്. അച്ഛൻ്റെ പള്ളിയിൽ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട് എന്നും ആ മാതാവിൻ്റെ പ്രത്യേക ഭക്തി, അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടെന്നും അച്ഛൻ പറയുകയായിരുന്നു.
പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ദിവസം അച്ഛൻ ഇവിടെ എത്തിപ്പെട്ടത് ഒരു ഭാഗ്യമായി കരുതുകയാണ്. MMB ബ്രദേഴ്സിൽപ്പെട്ട ബ്രദർ സാവിയോയുടെ ജ്യേഷ്ഠനാണ് ഈ പുരോഹിതൻ. എപ്പോഴും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. റോസാ മിസ്റ്റിക്ക മാതാവേ, മാതാവേ, മാതാവേ. റോസാ മിസ്റ്റിക്ക മാതാവേ, മാതാവേ, മാതാവേ. ഞങ്ങൾക്കായി നിത്യം ഈ ബ്രദറിനെ നിങ്ങൾക്കെല്ലാം അറിയാം. പുനർജീവൻ എന്ന സംഘടനയുടെ സൂത്രധാരനാണ് ഈ ബ്രദർ മാത്യൂസ്. തളർന്നു കിടന്ന് വെളിച്ചം കാണാൻ കഴിയാതെ ചുമലിനുള്ളിൽ കഴിയുന്ന മക്കളെ അവർക്കും ജീവിക്കാൻ സാധിക്കുമെന്ന ബോധ്യം കൊടുത്ത് അവരുടെ ഏത് രോഗാവസ്ഥയിലും അവരെ കൈപ്പിടിച്ചുയർത്തുകയും വലിയ എനർജി കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിൻ്റെ. സെപ്റ്റംബർ 8-ാം തീയതി ഇദ്ദേഹത്തിൻ്റെ മക്കൾ, അതായത് ഇദ്ദേഹം ശുശ്രൂഷിക്കുന്ന മക്കളാണ് ഇവിടെ വന്ന് നമ്മൾ ആഘോഷം പൂർത്തീകരിക്കുക. ഇങ്ങനെയുമുണ്ട് കുറേ ജീവിതങ്ങൾ. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന തിരുവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ് ഇവരെല്ലാം. ഈ വ്യക്തിയെ നിങ്ങൾക്കറിയാം, പാഡൻ ക്രൂസിഫിക്സ്. അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടപ്പോൾ ആ ആളുടെ നമ്പർ നിങ്ങൾക്ക് തന്നിരുന്നു. ഈ കാണുന്ന കുടുംബവും മാതാവിൻ്റെ അതീവ ഭക്തരാണ്. ഇതാണ് ലിസി സൈമൺ, പാഡൻ ക്രൂസിഫിക്സ്, അജാത ശിശുക്കളുടെ ജപമാല, ബെൻഡിങ്, അതെല്ലാം പാർസലായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിത്വം ധാരാളം മക്കൾക്ക് ഈശോയുടെ കുരിശിനെയും ഈശോയെയും അതുപോലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളെയും എല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇവർ ചെയ്യുന്ന ശുശ്രൂഷയിലൂടെ. ഞാൻ അന്ന് നിങ്ങൾക്ക് ഇവരുടെ നമ്പർ ഇട്ടിരുന്നു. ആ പാഡൻ ക്രൂസിഫിക്സ് ലഭിക്കണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആഘോഷങ്ങൾ അവസാനിക്കുകയാണ്. നാളെ മുതൽ നമുക്ക് കർമ്മല മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലാം. അതിൽ നമുക്ക് പരിശുദ്ധ ഉത്തരീയത്തിൻ്റെ പ്രത്യേകതകൾ കേൾക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.